ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എണീറ്റേ ഉള്ളൂ. സമയം ഇപ്പോൾ ഒരു 7-7:30 കാണും. സാധാരണ എണീക്കണ 8 മണിക്കാണ്. ഇന്നൊന്ന് 7:30 എണീക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ലൈഫിൽ 2 നൈസായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ 2 നൈസായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഞാൻ ഇനി പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് റെഡി ആയിട്ടൊക്കെ വരാം. അപ്പോൾ അമ്മയും കിച്ചും കൂടി സാരിയുടെ പ്ലീറ്റൊക്കെ എടുത്ത് സെറ്റാക്കി തരാണ്. അമ്മയാണ് എനിക്കെപ്പോഴും സാരിയൊക്കെ ഉടുപ്പിച്ച് തരുന്നത്. അപ്പോൾ ഇന്നാണ് ക്ലിനിക്കൽ ഓണം സെലിബ്രേഷൻ നടക്കുന്നത്. ഡോക്ടർ വാങ്ങിച്ചിരുന്ന സാരിയാണ്. എല്ലാവർക്കും സാരി ഇഷ്ടപ്പെട്ടോ? ഞാനത് ഉടുത്തിട്ട് കാണിച്ചു തരാം. അമ്മ അത്യാവശ്യം നന്നായിട്ട് സാരി ഉടുപ്പിക്കുന്നതുകൊണ്ട് സാരി ഉടുപ്പിക്കാൻ വേണ്ടി വേറൊരാളെ തപ്പിപ്പോണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ റെഡിയായിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ റെഡിയായി ഇറങ്ങുകയാണ്. ഞാൻ കുറച്ച് ലേറ്റാണ്. ഞാൻ പെട്ടെന്നൊന്ന് ക്ലിനിക്കിലേക്ക് എത്തട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഇപ്പോൾ ഞാൻ ക്ലിനിക്ക് എത്തിയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാവരും കാണിച്ചു തരാം. ഒരു ഹായ് പറയും. ഹായ്. തല വെക്കാനായിട്ടുള്ള ഒരു പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ പൂവൊക്കെ വാങ്ങിച്ചു വെച്ചു, പക്ഷേ വേറൊന്നും സെറ്റായിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. പിൻട്രസ്റ്റിലൊക്കെ തപ്പി നമ്മളൊരു പൂക്കളൊക്കെ കണ്ടുപിടിച്ച് ചെറിയൊരു പൂക്കൾ തന്നെ ഇടാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനത്തെ കളമൊക്കെ വെച്ച് അപ്പോഴേക്ക് ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞ് വിളി വന്നു. പിന്നെ അവിടെ പോയി ഫുഡെല്ലാം എടുത്തുകൊണ്ട് വന്നു. എടുക്കണ്ടായിരുന്നു. ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കി. അപ്പോഴേക്കും ഡോക്ടറും ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് കാണാം. എല്ലാവരും കൂടി നിലത്ത് തന്നെ ഇരുന്നങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും തന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. പാലടയും ശർക്കര പായസമായിരുന്നു. എല്ലാം തന്നെ അടിപൊളിയായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 2-3 റീൽസൊക്കെ എടുത്ത് സൈഡിലിരുന്ന് എല്ലാ തുമ്പയും പറത്തണം. അപ്പോൾ ഞാൻ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയത് ഏതാണ്ട് 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത്. നല്ല സെലിബ്രേഷൻ ആയിരുന്നു, നല്ലോണം എൻജോയ് ഒക്കെ ചെയ്തു. ഇനി അപ്പോൾ പെട്ടെന്ന് ഞാൻ പോയിട്ട് ഒന്ന് ഫ്രഷായി. ഇനി ഞാൻ ഒന്ന് റെഡി ആയിട്ട് വേണം. എനിക്ക് അടുത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ മധുരം വെപ്പാണ്. അപ്പോൾ എനിക്ക് അവിടെ പോകാനുണ്ട്. അപ്പോൾ 7 മണിയാകുമ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഇവിടെ അടുത്ത് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്താനുണ്ട്. അധികം സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഷെറിൻ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഞങ്ങളിതാ അഞ്ജുവിൻ്റെ മധുരം വെപ്പിന് എത്തി. അഞ്ജു ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ബഡ്ഡി തന്നെയാണ്. ഞങ്ങളെല്ലാവരും +2 ഒരുമിച്ച് പഠിച്ചവരാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരു മെയിൻ റീസൺ ഇവൾ തന്നെയായിരിക്കും. ഇവളാണ് എല്ലാ ബോണ്ടിങ്ങും ഇപ്പോഴും ഒരുമിച്ച് തന്നെ നിർത്തുന്ന ഒരാൾ. പിന്നെ ഫുഡ് കഴിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, തീരം കലാപരിപാടികൾ തന്നെ. അപ്പോൾ അതായിരുന്നു ഗൈസ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. Hope you enjoyed this video. Please do like, share and subscribe to my channel. Bye bye. Take care. See you soon.